ബിന്നിൽ ടോൾ പിരിവ് തുടരാൻ അനുവദിച്ച ഹൈക്കോടതി 5 അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ മണ്ണുത്തി അങ്കമാലി BOT റൂട്ടിന്റെ ടോൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പുതിയ ഹർജി വന്നിട്ടുണ്ട്. അങ്കമാലി ഇടപ്പള്ളി MOT റോഡിന്റെ ടോൾ മാത്രം പിരിക്കാൻ അനുവദിക്കാവൂ എന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഇന്ന് ഈ ടോൾ സംബന്ധിച്ച കാര്യമാണ് കോടതിയിൽ പ്രധാനമായും വാദത്തിന് വന്നത്. അവിടെ കേന്ദ്ര സർക്കാർ പാലിയേക്കരയിലെ ടോൾ പിരിവ് തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്തു. കോടതി തൽക്കാലത്തേക്ക് ആ ടോൾ പിരിവിൽ ഇടപെട്ടിട്ടില്ല. അതായത് ടോൾ പിരിക്കാനുള്ള അനുമതി തുടർന്ന് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ കേസിലെ പ്രധാനപ്പെട്ട ഹർജിക്കാരനായ കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്തിൽ ഒരു പുതിയ ഹർജിയുമായി കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ 2 തരത്തിലാണ് ഈ റോഡിന്റെ സ്ഥിതിയുള്ളത്. ഒന്ന്, അങ്കമാലി മുതൽ മണ്ണൂത്തി വരെ BOT റോഡും അങ്കമാലി മുതൽ ഇടപ്പള്ളി വരെ MOT റോഡുമാണ്. ഈ 2 റോഡിന്റെയും ചേർത്താണ് ഇപ്പോൾ ടോൾ പിരിവ് നടത്തുന്നത്. ഇപ്പോൾ അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നത് അങ്കമാലിക്കും മണ്ണൂത്തിക്കും ഇടയിലാണ്. ആ BOT റോഡ് സ്ട്രെച്ചിലാണ് ഈ അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ആ മേഖലയിലെ പൂർണ്ണമായും BOT റോഡിലെ ടോൾ പിരിവ് അത് അവസാനിപ്പിക്കണം, ആ ടോൾ നിരക്ക് അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കോടതി അനുവദിച്ചാൽ നിലവിലെ ടോൾ നിരക്കിൽ വലിയ കുറവ് സംഭവിക്കും. അതായത് MOT റോഡിന് ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളും ഗതാഗത കുരുക്കുമില്ല. ആ റോഡിന്റെ സ്ട്രെച്ചിന്റെ ഭാഗമായിട്ടുള്ള ടോൾ പിരിവ് അനുവദിക്കാം. അതേസമയം അടിപ്പാതകൾ ഉള്ള ഭാഗത്തെ ടോൾ പിരിവ് അതിന്റെ നിരക്ക് ഒഴിവാക്കി നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പരിഗണിക്കാമെന്ന് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതിൽ വിശദമായ വാദം കേട്ട് വേണം ഇനി തീരുമാനത്തിലേക്ക് പോകാൻ. അതോടൊപ്പം തന്നെ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഇതിലധികം തുക ഇപ്പോൾ തന്നെ ടോൾ പിരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് പൂർണ്ണമായി നിർത്തണമെന്ന ആവശ്യവും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലും വാദം കേൾക്കാമെന്നാണ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ശരി ബിനിൽ.